ഹായ് എല്ലാവർക്കും മഡ 24/7 മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സ്പെഷ്യൽ കറണ്ട് അഫയർ ക്ലാസ്സിലേക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മൾ കുറേ തവണ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഓപ്ഷൻ ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം കമന്റ് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആഗോളതലത്തിൽ ചർച്ചയായ സ്പെയർ എന്ന ആത്മകഥ എഴുതിയ ബ്രിട്ടീഷ് രാജകുടുംബാംഗം. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആഗോളതലത്തിൽ ചർച്ചയായ സ്പെയർ എന്ന ആത്മകഥ എഴുതിയ ബ്രിട്ടീഷ് രാജകുടുംബാംഗം. പെട്ടെന്ന് ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഇല്ല. എന്താണ്? ഹാരി രാജകുമാരൻ. ഹാരി രാജകുമാരന്റെ ആത്മകഥയാണ് സ്പെയർ എന്നുള്ളത് ഓർത്തിരിക്കുക. സ്പെയർ എന്ന ആത്മകഥ ആരുടെയാണ്? ഹാരി രാജകുമാരന്റെയാണ്. സ്പെയർ എന്ന ആത്മകഥ ആരുടെയാണ്? ഹാരി രാജകുമാരന്റെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ എത്ര ഭാഷയിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? 16 ഭാഷകളിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്പെയർ എന്ന ആത്മകഥ ഹാരി രാജകുമാരന്റെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഒരേ പാതയിൽ 2 ട്രെയിനുകൾ വന്നാൽ കൂട്ടിയിടി ഒഴിവാക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേര് എന്താണ്? എന്താണ് ചോദ്യം? ഒരേ പാതയിൽ 2 ട്രെയിനുകൾ വന്നാൽ കൂട്ടിയിടി ഒഴിവാക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ഇതിൽ ഞാൻ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഓപ്ഷൻ ഇട്ടുള്ളതിൽ നിങ്ങൾ ഓപ്ഷൻ നോക്കി ഉത്തരം പറയാ, അല്ലാത്തതിൽ മനസ്സിന് ഓർത്ത് പറയാ കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കവചാണ് കേട്ടോ. കവചാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ഒരു കവചമായിട്ട് വരാണ്. കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടി ഒരു കവചമുണ്ട് എന്ന് വിചാരിക്കുക. ഒരേ പാതയിൽ 2 ട്രെയിനുകൾ വന്നാൽ കൂട്ടിയിടി ഒഴിവാക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേരെന്താണ്? കവച് എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? കേരളത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ആലുവ സീഡ് ഫാമിനെയാണ് കാർബൺ ന്യൂട്രൽ ഫാം ആയിട്ട് പ്രഖ്യാപിച്ചത്. ആലുവ സീഡ് ഫാമിനെയാണ് കാർബൺ ന്യൂട്രൽ ഫാം ആയിട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? കേരളത്തിലാണ്. ആലുവ സീഡ് ഫാമിനെയാണ് കാർബൺ ന്യൂട്രൽ ഫാം ആയിട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനലായി ഏത് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കമ്മീഷൻ ചെയ്തത്? എന്താണ് ചോദ്യം? രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനലായി ഏത് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കമ്മീഷൻ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ്? തരുൺ, പാർവതി, അജു, സൂര്യ, നൈസ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആയിരുന്നു കേട്ടോ. ഇതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കൊച്ചിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇതോടെ സ്വകാര്യ ജെറ്റ് ടെർമിനൽ പ്രവർത്തിപ്പിക്കുന്ന എത്രാമത്തെ വിമാനത്താവളമായിട്ടാണ് കൊച്ചി മാറിയത്? എത്രാമത്തെ വിമാനത്താവളമായിട്ടാണ്? 4ാമത്തെ വിമാനത്താവളമായിട്ട്. സ്വകാര്യ ജെറ്റ് ടെർമിനൽ പ്രവർത്തിപ്പിക്കുന്ന എത്രാമത്തെ വിമാനത്താവളമായിട്ടാണ് കൊച്ചി മാറിയത്? 4ാമത്തെ വിമാനത്താവളമായിട്ടാണ് കൊച്ചി മാറിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനലായി ഏത് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കമ്മീഷൻ ചെയ്തത്? ഓർത്തിരിക്കുക. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. സ്വന്തമായി കാലാവസ്ഥാ വ്യതിയാന ദൗത്യം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? സ്വന്തമായി കാലാവസ്ഥാ വ്യതിയാന ദൗത്യം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ്? ഓപ്ഷൻ എ ആണ്. തമിഴ്നാടാണ് സ്വന്തമായി കാലാവസ്ഥാ വ്യതിയാന ദൗത്യം ആരംഭിച്ച സംസ്ഥാനം എന്നുള്ളത് ഓർത്തിരിക്കുക. ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ്. അപ്പൊ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പൊ സ്വന്തമായി കാലാവസ്ഥാ വ്യതിയാന ദൗത്യം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ഓർത്തിരിക്കുക. തമിഴ്നാടാണ്. തമിഴ്നാട് സി എം ആരാണ്? ആരാണ്? MK സ്റ്റാലിൻ ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ സ്വന്തമായി കാലാവസ്ഥാ വ്യതിയാന ദൗത്യം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. മറക്കരുത് കേട്ടോ, തമിഴ്നാടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് ലഭിച്ച ഗാനം. ഓപ്ഷനില്ല, ഉത്തരം കമന്റ് ചെയ്യുക. എന്താണ് ചോദ്യം? 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് ലഭിച്ച ഗാനം ഏതാണ്? എന്താണ് ഉത്തരം? അർഷാദ്, സൂര്യ, വൈക്കിംഗ്. ഓക്കെ, കറക്റ്റ് ആണ്. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് ലഭിച്ച ഗാനം ഏതാണ്? നാട്ടു ആണ്. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, SS രാജമൗലി സംവിധാനം ചെയ്ത സിനിമയാണ് RRR. അപ്പൊ അതിലെ സോങ് ആണ് നാട്ടു. അതിന് സംഗീതം നൽകിയിട്ടുള്ളത് ആരാണ്? MM
കീരവാണി. എം കീരവാണിയാണ് ഈ ഒരു ഗാനത്തിന് സംഗീതം നൽകിയത്. ആരാണ്? എം കീരവാണിയാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ സംവിധായകൻ ആരാണ്? SS രാജമൗലിയാണ്. അപ്പൊ പാട്ടിന്റെ ഒരു ഫസ്റ്റ് ലൈൻ ഓർത്തിരിക്കുക, നാട്ടു നാട്ടു, ആ ഒരു സോങ് ആണ്. അപ്പൊ എന്താണ് ലഭിച്ചത്? 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് ലഭിച്ച ഗാനം ഇതാണ്, നാട്ടു നാട്ടു. വിട്ടുപോലല്ലോ, നാട്ടു നാട്ടു ആണ്. ഇതിന് സംഗീതം നൽകിയിട്ടുള്ളത് എം കീരവാണിയാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, പാർവതി, അജു, നൈസ്, അർഷാദ്, വൈക്കിംഗ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ലോകാരോഗ്യ സംഘടനയുടെ പുതിയ മുഖ്യ ശാസ്ത്രജ്ഞനായി നിയമിതനായത് ആരാണ്? ലോകാരോഗ്യ സംഘടനയുടെ പുതിയ മുഖ്യ ശാസ്ത്രജ്ഞനായി നിയമിതനായത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? ലോകാരോഗ്യ സംഘടനയുടെ പുതിയ മുഖ്യ ശാസ്ത്രജ്ഞനായി നിയമിതനായത് ആരാണ്? അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇപ്പൊ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമ്മുടെ ആരോഗ്യത്തിനെ ദോഷമായിട്ട് ബാധിക്കുന്ന ജേംസ് എന്ന് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജേംസ്, ജെറമി ഫരാർ. ജേംസ് ആ ഒരു പേരുമായിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ, ചെറിയൊരു കണക്ഷൻ ഉണ്ട് ജേംസുമായിട്ട്. അപ്പൊ ജെറമി ഫരാർ. അപ്പൊ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്, ജേംസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. അപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ പുതിയ മുഖ്യ ശാസ്ത്രജ്ഞനായി നിയമിതനായത് ആരാണ്? ജെറമി ഫരാർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലോകാരോഗ്യ സംഘടനയുടെ പുതിയ മുഖ്യ ശാസ്ത്രജ്ഞനായിട്ട് നിയമിതനായത് ആരാണ്? ജെറമി ഫരാർ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. 36ാമത്തെ റാഫേൽ യുദ്ധവിമാനം ഏതു രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത്? 36ാമത്തെ റാഫേൽ യുദ്ധവിമാനം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. 36ാമത്തെ റാഫേൽ യുദ്ധവിമാനം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത്? ഏത് രാജ്യത്തിൽ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. 36ാമത്തെയും അവസാനത്തെ, അതായത് ഫ്രാൻസുമായിട്ടുള്ള കരാർ പ്രകാരമുള്ള അവസാനത്തെയും 36ാമത്തെയും അവസാനത്തെയും റാഫേൽ യുദ്ധവിമാനമാണ് ഇന്ത്യയിൽ എത്തിയത്. 36ാമത്തെ റാഫേൽ യുദ്ധവിമാനം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത്? ഫ്രാൻസിൽ നിന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് നമ്മൾ കുറെ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗാമോസയ്ക്ക് GI ടാഗ് ലഭിച്ചു. ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണിത്? ഗാമോസയ്ക്ക് GI ടാഗ് ലഭിച്ചു. അപ്പൊ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണ് ഗാമോസ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ഗാമോസ പേരുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനം തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഗാമോസ. ഏതാണ് സംസ്ഥാനം? ഉത്തരം അസാം ആണ് കേട്ടോ, അസാം ആണ്. അപ്പൊ ഗാമോസയ്ക്ക് GI ടാഗ് ലഭിച്ചു. ഏത് സംസ്ഥാനത്തുള്ള ഉൽപ്പന്നമാണ് ഗാമോസ? അസം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഗാമോസ എന്ന് പറയുന്നത് കൈകൊണ്ട് നെയ്തെടുക്കുന്ന ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു പീസ് ഓഫ് ക്ലോത്ത് ആണ്, കോട്ടൺ പീസ് ഓഫ് ക്ലോത്ത് ആണ് ഈ ഗാമോസ എന്ന് പറയുന്നത്. അപ്പൊ ഗാമോസ അസമിൽ നിന്നുള്ളതാണ്. അപ്പൊ അതിന് GI ടാഗ് ലഭിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ സ്റ്റീൽ ബ്രാൻഡ് ഏതാണ്? എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ സ്റ്റീൽ ബ്രാൻഡ് ഏതാണ്? ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ സ്റ്റീൽ ബ്രാൻഡ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം, കല്യാണി ഫെറസ്റ്റ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഗ്രീൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ഫോറസ്റ്റ് എന്ന് വെച്ച് വേണമെങ്കിൽ ഒരു ബ്രാൻഡിനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ കല്യാണി ഫെറസ്റ്റ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ ഗ്രീൻ സ്റ്റീൽ ബ്രാൻഡ് ഏതാണ്? കല്യാണി ഫെറസ്റ്റയാണ് രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ സ്റ്റീൽ ബ്രാൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. ബ്രാൻഡിന്റെ പേരെന്താണ്? കല്യാണി ഫെറസ്റ്റ. ഓക്കെ, അടുത്ത ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നുപ്പൂപ്പൊക്കരാനേണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, തകഴി ശിവശങ്കര പിള്ളയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്ത വിവർത്തകൻ ഈയിടെ അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ചോദ്യം? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നുപ്പൂപ്പൊക്കരാനേണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, തകഴി ശിവശങ്കര പിള്ളയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്ത വിവർത്തകൻ ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഓപ്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേരിന്റെ എന്തെങ്കിലും ഒരു വാക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻസ് പറഞ്ഞു ഓപ്ഷൻസ് വായിൽ വരുന്നതാണ് കേട്ടോ. അതിന്റെ ഉത്തരം എന്താണ്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ എന്നാണ് കേട്ടോ. ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ആണ്. ഡോക്ടർ റൊണാൾഡ് എന്നുള്ള പേര് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ആണ് അദ്ദേഹമാണ് ഈ കൃതികളുടെയൊക്കെ വിവർത്തകനായിരുന്നു. പേരെന്താണ്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. പാർവതിക്ക് കുറച്ച് ഓർമ്മ വന്നു. ഓക്കെ, റൊണാൾഡ് ഇ ആഷർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. 11 വർഷം തടവ് ലഭിച്ച അബ്ദുള്ള യമീൻ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? 11 വർഷം തടവ് ലഭിച്ച അബ്ദുള്ള യമീൻ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം?
കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വന്നാൽ മതി. റൊണാൾഡോ എന്നുള്ളത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഉത്തരം എന്താണ്? 11 വർഷം തടവ് ലഭിച്ച അബ്ദുള്ള യമീൻ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഏതിന്റെയാണ്? മാലിദ്വീപിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. മാലിദ്വീപിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന് 11 വർഷം തടവ് ലഭിച്ചു. അപ്പൊ 11 വർഷം തടവ് ലഭിച്ച അബ്ദുള്ള യമീൻ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഉത്തരം എന്താണ്? മാലിദ്വീപാണ്. മാലിദ്വീപാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ മാലിദ്വീപിലെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? മാലിദ്വീപിലെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ആണ് മാലിദ്വീപിലെ നിലവിലെ പ്രസിഡന്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആരാണ്? ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ആണ് മാലി സോലി ഒരു കണക്ഷൻ ഇല്ലേ? ഇബ്രാഹിം മുഹമ്മദ് എന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ മാലിദ്വീപിലെ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ആണ്. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ആണ് മാലിദ്വീപ് പ്രസിഡന്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. മാലിദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? മാലിയാണ്. മാലിദ്വീപിന്റെ തലസ്ഥാനം മാലിയാണ്. അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല. മാലിദ്വീപിന്റെ തലസ്ഥാനം മാലിയാണ്. കറൻസി ഏതാണ്? മാലിദ്വീപ് റുഫിയയാണ്. കറൻസി മാലിദ്വീപ് റുഫിയയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജസ്റ്റ് നോക്കുക നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ജാപ്പനീസ് എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെയും ആദ്യ ഉഭയകക്ഷി വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻസ് 23. ഈ ഒരു സംഭവം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ നമ്മൾ പറയുന്ന പോയിന്റ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചിലർക്ക് ദേഷ്യം വരുന്നുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ജാപ്പനീസ് എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെയും ആദ്യ ഉഭയകക്ഷി വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻസ് 23 എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥാപിതമായത് 1932. ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥാപിതമായത് 1932 എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആണ് എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ. അതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. എല്ലാം ശരിയാണ്. 1, 2, 3, 4 എല്ലാം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ജാപ്പനീസ് എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെയും ആദ്യത്തെ ഉഭയകക്ഷി വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻസ് 23. അപ്പൊ വീർ ഗാർഡിയൻസ് 23 എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ ജപ്പാനും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏതൊക്കെ രാജ്യങ്ങളാണ്? ജപ്പാനും ഇന്ത്യയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വീർ ഗാർഡിയൻസ് 23 എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഏത് വർഷത്തിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥാപിതമായത്? 1932 ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു വീർ ഗാർഡിയൻസ് 23 മറക്കരുത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഇന്ത്യയും ജപ്പാനുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? 2023 ഹരിവരാസനം പുരസ്കാരം ജേതാവ് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? ഈ ഒരു ചോദ്യം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? എന്താണ് ഉത്തരം? ശ്രീകുമാരൻ തമ്പി. അപ്പൊ ഹരിശ്രീ എന്ന് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരിശ്രീ എന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. ശ്രീകുമാരൻ തമ്പി ഹരിവരാസനം പുരസ്കാര ജേതാവ്. 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ് 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഹരിവരാസനം പുരസ്കാര ജേതാവ് 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. മറക്കില്ലല്ലോ, ഹരിശ്രീ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ഒരു ആമയുടെ ചിത്രമൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാവും. ആമയുടെ പേരെന്തായിരുന്നു? ഇന്ത്യയിൽ നടക്കുന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഒലി എന്ന ആമയാണ്. കറക്റ്റ് ആണ്, ഒലി എന്ന ആമ കേട്ടോ. ഒലി എന്ന ആമയാണ് ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം. എന്താണ്? ഒലി എന്ന ആമയാണ്. വേദി എവിടെയായിരുന്നു? വേദി ഒഡീഷ. അപ്പൊ ഒഡീഷ എന്നൊക്കെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഒലി എന്ന ആമയാണ് ഭാഗ്യചിഹ്നം. വേദി എവിടെയായിരുന്നു? ഒഡീഷയായിരുന്നു. ആരാണ് വിജയിച്ചത് ആരാണ്? വിജയിച്ചത് ജർമ്മനിയാണ് വിജയിച്ചത്. ആരെയാണ് തോൽപ്പിച്ചത്? ബെൽജിയത്തെയാണ് കേട്ടോ തോൽപ്പിച്ചത്. അപ്പൊ ജർമ്മനിയാണ് വിജയിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒഡീഷയായിരുന്നു വേദി. ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ഒലി എന്ന ആമയായിരുന്നു ഭാഗ്യചിഹ്നം. ഓക്കെ, അടുത്ത ചോദ്യം.
US-ലെ ന്യൂ ഓർലിയൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സര വിജയി ആരാണ്? US-ലെ ന്യൂ ഓർലിയൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സര വിജയി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? ആ ഒരു പേരിന്റെ എന്തെങ്കിലും ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻസ് പിന്നെ പറയാം. ഉത്തരം എന്താണ്? ആർബണി ഗബ്രിയേൽ. ആർബണി ഗബ്രിയേൽ എന്നുള്ളതാണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ US-ലെ ന്യൂ ഓർലിയൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സര വിജയി പേരെന്താണ്? ആർബണി ഗബ്രിയേൽ. ആർബണി ഗബ്രിയേൽ. എന്താണ്? US-ലെ ന്യൂ ഓർലിയൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സര വിജയി പേരെന്താണ്? ആർബണി ഗബ്രിയേൽ. ആർബണി ഗബ്രിയേൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യക്കാരിയായ ഹർന സന്ധുവാണ് കഴിഞ്ഞ വർഷത്തെ ജേതാവ്. അപ്പൊ ഈ ആർബണി ഗബ്രിയേൽ എന്നുള്ളത് ഓർത്തിരിക്കുക. 71ാമത് വിശ്വസുന്ദരി മത്സര വിജയി പേരെന്താണ്? ആർബണി ഗബ്രിയേൽ. ആർബണി ഗബ്രിയേൽ എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ ഭൂമി ശാസ്ത്രീയമായി അളന്ന് ഭൂരേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാനായി റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ ഭൂമി ശാസ്ത്രീയമായി അളന്ന് ഭൂരേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാനായി റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. എന്റെ ഭൂമി കേട്ടോ. എന്റെ ഭൂമി. എന്റെ ഭൂമിയാണ് നമ്മൾ ഡിജിറ്റൽ ആയിട്ട് സൂക്ഷിക്കുന്നത്. എന്റെ ഭൂമിയാണല്ലോ നമ്മൾ സൂക്ഷിക്കുക. എന്റെ ഭൂമി. അപ്പൊ എന്റെ ഭൂമി എന്നുള്ളത് ഓർത്തിരിക്കുക. സംസ്ഥാനത്തെ ഭൂമി ശാസ്ത്രീയമായി അളന്ന ഭൂരേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാനായി റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? എന്റെ ഭൂമി. അപ്പൊ എന്റെ ഭൂമിയാണ് ഡിജിറ്റലായി സൂക്ഷിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്റെ ഭൂമി എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം. അയൽക്കൂട്ടം മാതൃകയിൽ കൃഷിക്കൊപ്പം സമ്പാദ്യം എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പുതിയ പദ്ധതി. അയൽക്കൂട്ടം മാതൃകയിൽ കൃഷിക്കൊപ്പം സമ്പാദ്യം എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പുതിയ പദ്ധതി. ഈ അയൽക്കൂട്ടവും കൃഷിയും ഒക്കെ ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേരാണ്. എന്താണ് ഉത്തരം? അയൽക്കൂട്ടം മാതൃകയിൽ കൃഷിക്കൊപ്പം സമ്പാദ്യം എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി. പദ്ധതിയുടെ പേരെന്താ? കറക്റ്റ് ആണ്, കൃഷിക്കൂട്ടം. കറക്റ്റ് ആണ് അനുഷ, പൊന്നു, സൂര്യ, പാർവതി, ഓക്കെ, അഭിരാമി കറക്റ്റ് ആയിരുന്നു. എന്താണ്? കൃഷിക്കൂട്ടം കേട്ടോ. കൃഷിക്കൂട്ടം എന്നാണ് പദ്ധതിയുടെ പേര്. അയൽക്കൂട്ടം മാതൃകയിൽ കൃഷിക്കൊപ്പം സമ്പാദ്യം. കൃഷിക്കൊപ്പം സമ്പാദ്യം എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പുതിയ പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? കൃഷിക്കൂട്ടം. കൃഷിക്കൂട്ടം എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. വനിതാ ശിശു സംരക്ഷണ വകുപ്പ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? വനിതാ ശിശു സംരക്ഷണ വകുപ്പ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ആപ്പിന്റെ പേരെന്താണ്? എന്താണ്? കുഞ്ഞുങ്ങളാണ്. അപ്പൊ എന്താണ്? കുഞ്ഞാപ്പാണ് കേട്ടോ. കുഞ്ഞാപ്പാണ്. കുഞ്ഞാപ്പ്. വനിതാ ശിശു സംരക്ഷണ വകുപ്പ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പൊ കുഞ്ഞുങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കുഞ്ഞാപ്പാണ്. കുഞ്ഞാപ്പാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പേരെന്താണ്? കുഞ്ഞാപ്പ്. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. കുഞ്ഞാപ്പാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. 45ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2021 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രത്തെയാണ്? 45ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ 2021 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ്? ഏത് ചിത്രമാണ്? എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആവാസവ്യൂഹമാണ്. ആവാസവ്യൂഹമാണ്. ഉത്തരം നിങ്ങൾക്ക് അറിയെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യട്ടെ. ആരും കമന്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ഉത്തരം എന്തെങ്കിലും മൈൻഡിൽ എങ്ങനെ ഓപ്ഷൻ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ചോദ്യം കേൾക്കുമ്പോഴോ ഉത്തരം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ എന്താണ്? ആവാസവ്യൂഹമാണ്. 45ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2021 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ്? ആവാസവ്യൂഹം. ആവാസവ്യൂഹം. 45 എന്നുള്ളത് ഓർത്തിരിക്കുകയാണ്. 45ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2021 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? ആവാസവ്യൂഹം. ആവാസവ്യൂഹമാണ്. ആവാസവ്യൂഹം സംവിധായകൻ ആരാണ്? കൃഷാന്ത് ആർക്കെയാണ്. കൃഷാന്ത് ആർക്കെയാണ് കേട്ടോ. കൃഷാന്ത് ആർക്കെയാണ് ആവാസവ്യൂഹം സംവിധായകൻ. അപ്പൊ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മാർട്ടിൻ പ്രക്കാട്ടിനാണ്. നായാട്ട് എന്ന സിനിമയ്ക്കാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മികച്ച സംവിധായകൻ ആരാണ്? മാർട്ടിൻ പ്രക്കാട്ടാണ്. നായാട്ട് എന്ന സിനിമയ്ക്കാണ്. മികച്ച നടൻ ആരാണ്? ദുൽഖർ സൽമാൻ. 45ാമതാണെന്നുള്ളത് ഓർത്തിരിക്കണം. 45ാമത്തെ അവാർഡാണ്. അപ്പൊ മികച്ച നടൻ ആരാണ്? ദുൽഖർ സൽമാൻ ആണ്. മികച്ച നടി ആരാണ്? ദുർഗ കൃഷ്ണയാണ്. മികച്ച നടൻ ദുൽഖർ സൽമാൻ, അദ്ദേഹത്തിന്റെ കുറുപ്പ് അതുപോലെ സല്യൂട്ട് എന്നീ സിനിമകൾക്കാണ്. മികച്ച നടി ദുർഗ കൃഷ്ണയാണ്. ഉടൽ എന്ന മൂവിക്കാണ്. അടുത്തത് സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ ജോഷിക്കാണ് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ ജോഷിക്കാണ് എന്നുള്ളതും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആര് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇതിന്റെ ഉത്തരം എന്താണ്? പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഉത്തരം എന്താണ്?
ഓപ്ഷൻ എ ആണ് MR ബൈജു. MR ബൈജു എന്നുള്ളത് ഓർത്തിരിക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? MR ബൈജു. MR ബൈജു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. കറക്റ്റ് ആണ് അഭിരാമി, അജു. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. റേഷൻ കടയിൽ എത്താൻ കഴിയാത്തവർക്ക് ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയുടെ സഹകരണത്തോടെ റേഷൻ നേരിട്ട് വീട്ടിലെത്തിച്ചു നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യ വകുപ്പിന്റെ പദ്ധതി. റേഷൻ കടയിൽ എത്താൻ പറ്റാത്തവർക്ക് ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയുടെ സഹായത്തോടു കൂടി റേഷൻ വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതി. അപ്പൊ ആ പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഉത്തരം എന്താണ്? കറക്റ്റ് ആണ് അഭിരാമി. പദ്ധതിയുടെ പേരെന്താണ്? ഒപ്പം. ഒപ്പം എന്നാണ് പദ്ധതിയുടെ പേര്. റേഷൻ കടയിൽ എത്താൻ കഴിയാത്തവർക്ക് ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയുടെ സഹായത്തോടെ റേഷൻ വീട്ടിലെത്തിച്ചു നൽകുന്ന പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? ഒപ്പം എന്നാണ്. ഓക്കെ, മണിക്കുട്ടൻ, ഭവ്യ, സൂര്യ, കൃഷ്ണ. ഓക്കെ, കറക്റ്റ് ആൻസർ ആയിരുന്നു. അജു കറക്റ്റ് ആണ്. ഒപ്പം എന്നാണ് പദ്ധതിയുടെ പേര് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. ലഹരി മുക്ത ക്യാമ്പസുകൾക്കായുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ പേരെന്താണ്? ലഹരി മുക്ത ക്യാമ്പസുകൾക്കായുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് നോക്കുക, ഉത്തരം കമന്റ് ചെയ്യാം. അതുല്യ, രോഹിത്, മണിക്കുട്ടൻ. ഓക്കെ, കറക്റ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ, ഉത്തരം എന്താണ്? ലഹരി മുക്ത ക്യാമ്പസുകൾക്കായുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ പേരെന്താണ്? ബോധ പൂർണിമ. അപ്പൊ ലഹരി ഉപയോഗിച്ച ബോധം പൂർണ്ണമായിട്ടും പോകുന്നൊക്കെ നമ്മള് നമ്മുടെ ക്ലാസ്സുകളിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലഹരി മുക്ത ക്യാമ്പസുകൾക്കായുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ പേരെന്താണ്? ബോധ പൂർണിമ. ബോധ പൂർണിമ. അത് കുറെ പേർക്ക് ഓർമ്മയുണ്ട് അല്ലെ? അമിത്, അലീന, പൊന്നു, അതുല്യ, സൂര്യ, അനുഷ, രോഹിത്. ഓക്കെ, ഹരി. ഓക്കെ, കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ബോധ പൂർണിമ. ബോധ പൂർണിമ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. 2020 മുതൽ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? 2020 മുതൽ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഇങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം എന്താണ്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു ചോദ്യം കേട്ടതായിട്ടോ അല്ലെങ്കിൽ ഉത്തരമായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല, ചെറുതന. ചെറുതന പഞ്ചായത്താണ്. ചെറുതന പഞ്ചായത്താണ് ആലപ്പുഴയിലെ പഞ്ചായത്താണ് ചെറുതന. അപ്പൊ ചെറുതന എന്നുള്ളത് ഓർത്തിരിക്കുക. 2020 മുതൽ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതന പഞ്ചായത്താണ്. അപ്പൊ ശിശു സൗഹൃദമാണ്. ശിശുക്കൾ എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് ആലോചിച്ചിരിക്കുക കേട്ടോ. ശിശു സൗഹൃദ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതന. ചെറുതന എവിടെയാണ്? ആലപ്പുഴ. അപ്പൊ ശിശു ചെറുതാണെന്ന് എന്തെങ്കിലും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന. അപ്പൊ 4 പുരസ്കാരങ്ങളാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. ഒരെണ്ണം നമ്മൾ പറഞ്ഞു ശിശു സൗഹൃദ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതനയാണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള 3 നമുക്കൊന്ന് നോക്കാം. സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ആലപ്പുഴയിലെ വിയപുരം ഗ്രാമപഞ്ചായത്താണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ആലപ്പുഴയിലെ വിയപുരം ഗ്രാമപഞ്ചായത്ത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കട്ടെ, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അടുത്ത പോയിന്റ്. ജലപര്യാപ്തതയ്ക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിന് 2ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. ജലപര്യാപ്തതയ്ക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിന് 2ാം സ്ഥാനമാണ്. അടുത്തത് സദ്ഭരണ വിഭാഗത്തിൽ തൃശൂർ അളഗപ്പ നഗർ പഞ്ചായത്ത് 3ാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്. സദ്ഭരണ വിഭാഗത്തിൽ തൃശൂർ അളഗപ്പ നഗർ പഞ്ചായത്ത് 3ാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ശിശു സൗഹൃദം ചെറുതന ആലപ്പുഴ, സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ആലപ്പുഴയിലെ വിയപുരം, ജലപര്യാപ്തതയ്ക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം, സദ്ഭരണ വിഭാഗത്തില് അളഗപ്പ നഗർ പഞ്ചായത്ത് തൃശൂർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2022 നവംബർ 15 ആചരിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2022 നവംബർ 15 ആചരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. കറക്റ്റ് ആണ് അജു. ഓക്കെ, 100ാമത് വാർഷികമാണ് കേട്ടോ. 100ാമത് വാർഷികമാണ്. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ 100ാമത് വാർഷികമാണ് 2022 നവംബർ 15 ആചരിച്ചത്. പൊന്നു, റിംസാൻ, സൂര്യ, രോഹിത്,
ഭവ്യ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. 100ാമത് വാർഷികമാണ്. അപ്പൊ എന്നാണ് സന്ദർശിച്ചത്? ഏത് വർഷമാണ് രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്? ഏത് വർഷമാണ്? 1922 നവംബർ 15. 1922 നവംബർ 15-നാണ് രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ 2022 നവംബർ 15-ന് അതിന്റെ 100ാമത്തെ വാർഷികമാണ് ആചരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? എന്താണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ജയേഷ് ജോർജ് ആണ്. ജയേഷ് ജോർജ് ആണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണ്? ജയേഷ് ജോർജ് ആണ്. ജയേഷ് ജോർജ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. 2023 മാർച്ചിൽ കേന്ദ്ര ലളിതകല അക്കാദമിയുടെ അധ്യക്ഷനായ മലയാളി ആര്? 2023 മാർച്ചിൽ കേന്ദ്ര ലളിതകല അക്കാദമിയുടെ അധ്യക്ഷനായ മലയാളി ആര്? എന്താണ് ഉത്തരം? 2023 മാർച്ചിൽ കേന്ദ്ര ലളിതകല അക്കാദമിയുടെ അധ്യക്ഷനായ മലയാളി, അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക. എന്താണ്? വി നാഗദാസ്. വി നാഗദാസ് ആണ്. അപ്പൊ അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ്. 3 വർഷത്തേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. പേര് മറക്കരുത്. കേന്ദ്ര ലളിതകല അക്കാദമിയുടെ അധ്യക്ഷനായ മലയാളി, പേരെന്താണ്? വി നാഗദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അടുത്ത ചോദ്യം. സാമൂഹിക നീതി വകുപ്പിന്റെ ഈ വർഷത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ കോർപ്പറേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? സാമൂഹിക നീതി വകുപ്പിന്റെ ഈ വർഷത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ കോർപ്പറേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? സാമൂഹിക നീതി വകുപ്പിന്റെ ഈ വർഷത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ കോർപ്പറേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സാമൂഹിക നീതി വകുപ്പിന്റെ ഈ വർഷത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ കോർപ്പറേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ പഞ്ചായത്ത്. അപ്പൊ കോർപ്പറേഷൻ തിരുവനന്തപുരമാണെന്ന് നമ്മൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ജില്ലാ പഞ്ചായത്ത് കണ്ണൂരാണ്. മികച്ച ഭിന്നശേഷി സൗഹൃദ ഭരണകൂടം കോഴിക്കോട്. കോട് ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭരണകൂടം കോഴിക്കോട്. ബ്ലോക്ക് പഞ്ചായത്ത് നിലമ്പൂർ മലപ്പുറം. മികച്ച ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് നിലമ്പൂർ മലപ്പുറം. മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് അരിമ്പൂർ തൃശൂർ. അപ്പൊ കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞു ഏതാണ്? തിരുവനന്തപുരമാണ്. ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കണ്ണൂരാണ്. ഭരണകൂടം കോഴിക്കോടാണ്. ബ്ലോക്ക് പഞ്ചായത്ത് നിലമ്പൂരാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അരിമ്പൂരാണ്. അരിമ്പൂർ. മികച്ച ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്ത് അരിമ്പൂരാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സാഹിത്യ പാർക്കായ ഫാംറോക്ക് ഗാർഡൻ നിലവിൽ വന്ന ജില്ല ഏതാണ്? എന്താണ് ചോദ്യം? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സാഹിത്യ പാർക്കായ ഫാംറോക്ക് ഗാർഡൻ നിലവിൽ വന്ന ജില്ല ഏത് ജില്ലയിലാണ് നിലവിൽ വന്നത്? എന്താണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്. കോഴിക്കോടാണ്. ഫാംറോക്ക് ഗാർഡൻ കോഴിക്കോട്. ഫാംറോക്ക് ഗാർഡൻ എവിടെയാണ് വന്നത്? കോഴിക്കോടാണ് ഫാംറോക്ക് ഗാർഡൻ നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. കൊച്ചി കായലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ട്. അപ്പൊ ആ ഞണ്ടിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമിന് കയറി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യം ഓർത്തിരിക്കുക. കൊച്ചി കായലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ടിന്റെ പേരെന്താണ്? ഞണ്ടിന് എന്താണ് പേരിട്ടിരിക്കുന്നത്? എന്താണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്. ബിജോയ്സ് ക്രാബ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബിജോയ് എന്ന വ്യക്തിയുടെ പേര് അതിന് അദ്ദേഹത്തിന്റെ പേരിനോടുള്ള ആദര സൂചകമായിട്ടാണ് ആ ഒരു പേര് ഇട്ടിട്ടുള്ളത്. അപ്പൊ ബിജോയ്സ് ക്രാബ് എന്നാണ് ആ ഒരു ക്രാബിന് പേരിട്ടിട്ടുള്ളത്. അപ്പൊ കൊച്ചി കായലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ട് പേരെന്താണ്? ബിജോയ്സ് ക്രാബ് എന്നാണ്. കുസാറ്റ് സ്കൂൾ ഓഫ് മറൈൻ സയൻസ് ഡീനും സീനിയർ പ്രൊഫസറും പരിസ്ഥിതി ഗവേഷകനുമായ ഡോക്ടർ എസ് ബിജോയ് നന്ദനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പേരിട്ടുള്ളത്. അപ്പൊ എന്താണ് പേരിട്ടിട്ടുള്ളത്? ഞണ്ടിന് എന്താണ് പേരിട്ടുള്ളത്? ബിജോയ്സ് ക്രാബ് എന്നാണ് പേരിട്ടിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ബിജോയ്സ് ക്രാബ് എന്നാണ് പേര്. കൊച്ചി കായലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഞണ്ടിന്റെ പേരെന്താണ്? ബിജോയ്സ് ക്രാബ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. KR ഗൗരിയമ്മ ഫൗണ്ടേഷന്റെ പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? KR ഗൗരിയമ്മ ഫൗണ്ടേഷന്റെ പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? KR ഗൗരിയമ്മ ഫൗണ്ടേഷന്റെ പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക. ഡോക്ടർ അലൈഡ ഗവാര. ചെഗുവേരയുടെ മകളാണ് ഡോക്ടർ അലൈഡ ഗവാര. അപ്പൊ ഈ KR ഗൗരിയമ്മ ഗവാര അവിടുത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഡോക്ടർ
എന്താണ് ഡോക്ടർ അലൈഡ ഗവാര. ഗൗരി ഗവാര. ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? ഡോക്ടർ അലൈഡ ഗവാരയ്ക്കാണ് പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? ഡോക്ടർ അലൈഡ ഗവാര. അലൈഡ ഗവാരയ്ക്കാണ് പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? അപ്പൊ സൈന്യവും അതുപോലെ പാരാമിലിറ്ററി വിഭാഗവും തമ്മിലാണ് അവിടെ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അധികാര തർക്കമായിരുന്നു യുദ്ധത്തിനുള്ള കാരണം. അപ്പൊ ആ ഒരു യുദ്ധത്തെ തുടർന്ന് സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ ഉണ്ട്. ആ ഒരു പേര് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്താണ് ഉത്തരം? എന്താണ്? ഓപ്പറേഷൻ കാവേരിയാണ് കേട്ടോ. ഓപ്പറേഷൻ കാവേരിയാണ്. ഓർത്തിരിക്കുക, ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി എന്നുള്ളതാണ്. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷന്റെ പേര് ഓർത്തിരിക്കുക, ഓപ്പറേഷൻ കാവേരി എന്നുള്ളതാണ് കേട്ടോ. ഹിസാന ഈ ഒരു കൺസേൺ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് ആയിട്ട് ഇടാം കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഓപ്പറേഷൻ കാവേരിയാണ്. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ. പേര് ഓർത്തിരിക്കുക, ഓപ്പറേഷൻ കാവേരി. കിരൺ, അഭിരാമി, സൂര്യ, അതുല്യ, സീന, ഭവ്യ, അശു, കൃഷ്ണ. ഓക്കെ, കറക്റ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ആധാറിലെ വിലാസം മാറ്റാൻ പുതിയതായി വന്ന ഓപ്ഷന്റെ പേരെന്താണ്? ആധാറിലെ വിലാസം മാറ്റാൻ പുതിയതായി വന്ന ഓപ്ഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? ആധാറിലെ വിലാസം മാറ്റാൻ പുതിയതായി വന്ന ഓപ്ഷന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഹെഡ് ഓഫ് ഫാമിലി എന്നുള്ളതാണ് ആധാറിലെ വിലാസം മാറ്റാൻ പുതിയതായി വന്ന ഓപ്ഷൻ. അപ്പൊ അത് ഓർത്തിരിക്കുക, ഹെഡ് ഓഫ് ഫാമിലി. ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ. ഹെഡ് ഓഫ് ഫാമിലി എന്നുള്ളതാണ് ആധാറിലെ വിലാസം മാറ്റാൻ പുതിയതായിട്ട് വന്ന ഓപ്ഷൻ. ഏതാണ്? ഹെഡ് ഓഫ് ഫാമിലി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഹെയിൻലി പാസ്പോർട്ട് സൂചികയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക. ഹെയിൻലി പാസ്പോർട്ട് സൂചിക 2023 ഒന്നാം സ്ഥാനം നിലനിർത്തിയ രാജ്യം. ഹെയിൻലി പാസ്പോർട്ട് സൂചിക 2023 ഒന്നാം സ്ഥാനം നിലനിർത്തിയ രാജ്യം ഏത്? ഹെയിൻലി പാസ്പോർട്ട് സൂചിക 2023 ഒന്നാം സ്ഥാനം നിലനിർത്തിയ രാജ്യം ഏത്? ഏത് രാജ്യമാണ്? എന്താണ് ഉത്തരം? ജപ്പാനാണ്. ഹെയിൻലി പാസ്പോർട്ട് സൂചിക 2023 ഒന്നാം സ്ഥാനം നിലനിർത്തിയ രാജ്യം ഏത് രാജ്യമാണ്? ജപ്പാനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഹെയിൻലി പാസ്പോർട്ട് സൂചിക 2023 ഒന്നാം സ്ഥാനം നിലനിർത്തിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത് ഒരു പ്രസ്താവന ചോദ്യമാണെന്ന് കണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. നമ്മൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പൊ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ, ഡ്രാമ വിഭാഗത്തിൽ മികച്ച സിനിമ ദ ഫാബിൾമാൻസ്. അടുത്ത ഓപ്ഷൻ, സംഗീതം ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച സിനിമ ദ ബാൻഷീസ് ഓഫ് ഇനിഷ്യറിൻ. അടുത്ത ഓപ്ഷൻ, മികച്ച സംവിധായകൻ സ്റ്റീഫൻ സ്പിൽബർഗ്. അടുത്ത ഓപ്ഷൻ, മികച്ച വിദേശ ഭാഷാ ചിത്രം RRR. അപ്പൊ ഇത്രയുമാണ് 4 ഓപ്ഷൻസ്. അപ്പൊ നമ്മുടെ ചോദ്യം സിമ്പിൾ ആണ്. എന്താണ്? തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഉത്തരം? കറക്റ്റ് ആണ്. പൊന്നു, സൂര്യ, അഭിരാമി, ഹെർമൻ, ഓക്കെ, സീന, ബോട്ട്കൽ, ഭവ്യ. കുറെ പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ അല്ലല്ലോ അല്ലെ? കിരൺ കറക്റ്റ് ആണ്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ തെറ്റായ പ്രസ്താവന. മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? അർജന്റീന 1985 ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രം എന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഡ്രാമ വിഭാഗത്തിൽ മികച്ച സിനിമ ഏതാണ്? ദ ഫാബിൾമാൻസ് ആണ്. ഡ്രാമ വിഭാഗത്തിൽ മികച്ച സിനിമ ഏതാണ്? ദ ഫാബിൾമാൻസ് ആണ് ഡ്രാമ വിഭാഗത്തിൽ മികച്ച സിനിമ. സംഗീതം ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച സിനിമ ദ ബാൻഷീസ് ഓഫ് ഇൻഷറിൻ ആണ്. സംഗീതം ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച സിനിമ. മികച്ച സംവിധായകൻ ആരാണ്? സ്റ്റീഫൻ സ്പിൽബർഗ് ആണ്. മികച്ച സംവിധായകൻ സ്റ്റീഫൻ സ്പിൽബർഗ് ആണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? അർജന്റീന 1985 എന്നുള്ളത് ഓർത്തിരിക്കുക. മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? അർജന്റീന 1985 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായി മാറാനൊരുങ്ങുന്ന കിളിമാനൂർ ഏതു ജില്ലയിലാണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായി മാറാനൊരുങ്ങുന്ന കിളിമാനൂർ ഏതു ജില്ലയിലാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം?
ഉത്തരം എന്താണ്? കിളിമാനൂർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കിളിമാനൂർ. തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായി മാറാൻ ഒരുങ്ങാണ് കിളിമാനൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായി മാറാനൊരുങ്ങുന്ന കിളിമാനൂർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭവ്യ, അഭിരാമി, സൂര്യ, കിരൺ, നിച്ചിൻ, പൊന്നു, അജു, ഹെർമൻ, സീന, കുറെ പേരുടെ പേര് കണ്ടില്ല. അതുല്യ കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ചോദ്യം, ആരുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? ആരുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്? ഓപ്ഷൻ ഇല്ല, ഉത്തരം കമന്റ് ചെയ്യാം. എന്താണ് ഉത്തരം? KK ശൈലജ ടീച്ചർ. KK ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്. കറക്റ്റ് ആണ് അജു. മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെ ആത്മകഥയാണ്? KK ശൈലജ ടീച്ചർ. KK ശൈലജ ടീച്ചർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഹെർമൻ, മൻകുട്ടൻ, അഭിരാമി, കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ചോദ്യം, 2023 CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, ഉത്തരം കമന്റ് ചെയ്യുക. എന്താണ് ഉത്തരം? 2023 CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. പെരുമ്പടവം ശ്രീധരനാണ്. 2023 CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരനാണ്. എത്രയാണ് പുരസ്കാര തുക? 10,001 രൂപയാണ്. 10,001 രൂപയാണ് പുരസ്കാര തുക. CV കുഞ്ഞുരാമൻ എന്ന് പറയുമ്പോൾ കുഞ്ഞ്, പെരുമ്പടവം എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്റ്റാർട്ടിങ് തന്നെ വലിയ പോലെയല്ലേ പെരുമ്പാമ്പ് എന്നൊക്കെ പറയുമ്പോൾ വലുത്. അപ്പൊ കുഞ്ഞ് പെരുമ്പടവം ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ ഒരു മാർക്ക് കിട്ടിയല്ലോ. അപ്പൊ CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവൻ ശ്രീധരനാണ്. 2023 CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ, ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിലും ഒരു ഉത്തരത്തിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ് ഉത്തരം? അജയ് ബംഗ. അപ്പൊ ബാങ്ക് ബംഗ അജയ് ബംഗയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ അജയ് ബംഗയാണ്. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ അജയ് ബംഗ എന്നുള്ളത് ഓർത്തിരിക്കുക. US പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് പദവിയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന് ആ പദവിയിലേക്ക് നിർദ്ദേശിച്ചത്. അപ്പൊ അജയ് ബംഗയാണ് ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായത് എന്നുള്ളത് ഓർത്തിരിക്കുക. അജയ് ബംഗ. ഓക്കെ. അടുത്ത ചോദ്യം, 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം ലഭിച്ച രാജ്യം ഏതാണ്? 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം ലഭിച്ച രാജ്യം ഏത് രാജ്യമാണ്? എന്താണ് ഉത്തരം? 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം ലഭിച്ച രാജ്യം ഏത് രാജ്യമാണ്? ഫിൻലാൻഡ് ആണ് കേട്ടോ. 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഫിൻലാൻഡിനാണ്. 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഫിൻലാൻഡിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ, ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം ഇന്നസെന്റിന്റെ രചനയാണ്. അടുത്ത ഓപ്ഷൻ, ചിരിക്ക് പിന്നിൽ എന്നതാണ് ഇന്നസെന്റിന്റെ ആത്മകഥയുടെ പേര്. അടുത്ത ഓപ്ഷൻ, ചിരിക്ക് പിന്നിൽ എന്ന ഇന്നസെന്റിന്റെ ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയത് സത്യൻ അന്തിക്കാടാണ്. ചിരിക്ക് പിന്നിൽ എന്ന ഇന്നസെന്റിന്റെ ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയത് സത്യൻ അന്തിക്കാടാണ് എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. അപ്പോ നമ്മുടെ ചോദ്യം ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓർത്തിരിക്കുക, ക്യാൻസർ വാർഡിലെ ചിരി ആരുടെ പുസ്തകമാണ്? ഇന്നസെന്റിന്റെ പുസ്തകമാണ്. ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെന്റിന്റെ പുസ്തകമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരുകൂടി നമുക്ക് ഓർത്തിരിക്കണം. ചിരിക്ക് പിന്നിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. ആത്മകഥയുടെ പേരെന്താണ്? ചിരിക്ക് പിന്നിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. അപ്പൊ ഒരു ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് സത്യൻ അന്തിക്കാടാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് സത്യൻ അന്തിക്കാടാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ. നമുക്ക് കുറച്ച് പുരസ്കാരങ്ങൾ നോക്കാം. ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ ആയിട്ട് കരുതിയാൽ മതി കേട്ടോ. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. 2021 ലഭിച്ചത് P. വത്സലയ്ക്കായിരുന്നു. P. വത്സലയ്ക്കാണ് 2021 ലഭിച്ചിട്ടുള്ളത്.
അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? 2022 സേതുവിനാണ്. അപ്പൊ സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം സേതുവിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് വയലാർ അവാർഡ്. 2022 വയലാർ അവാർഡ് ആർക്കാണ്? എസ് ഹരീഷിനാണ് വയലാർ അവാർഡ്. 2022 വയലാർ അവാർഡ് ആർക്കാണ്? എസ് ഹരീഷിനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതി ഓർത്തിരിക്കുക, മീശ എന്ന കൃതി അദ്ദേഹത്തിന്റെയാണ്. മീശ എന്ന കൃതിക്കാണ് എസ് ഹരീഷിനാണ് 2022 വയലാർ അവാർഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2021 ലഭിച്ചത് ബെന്യാമിനായിരുന്നു. അദ്ദേഹത്തിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കായിരുന്നു 2021 ബെന്യാമിന് വയലാർ അവാർഡ് ലഭിച്ചത്. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓടക്കുഴൽ പുരസ്കാരം 2022 ലഭിച്ചിട്ടുള്ളത് അംബികാസുധൻ മങ്ങാടിനാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം എന്നുള്ളത് ഓർത്തിരിക്കുക. 2021 പുരസ്കാരം ആർക്കായിരുന്നു? സാറ ജോസഫിനായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പറയുകയാണെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം 2022 സേതുവിനാണ്. വയലാർ അവാർഡ് 2022 എസ് ഹരീഷിനാണ്. വയലാർ അവാർഡ് 2022 വയലാർ അവാർഡ് എസ് ഹരീഷിനാണ്. ഓടക്കുഴൽ പുരസ്കാരം 2022 അംബികാസുധൻ മങ്ങാടിനാണ്. ഇപ്പൊ തന്നെ ഒന്ന് പഠിക്കുക കേട്ടോ. എഴുത്തച്ഛൻ 2022 സേതു, വയലാർ അവാർഡ് 2022 എസ് ഹരീഷ്, ഓടക്കുഴൽ 2022 അംബികാസുധൻ മങ്ങാടിനാണ്. അടുത്തത് പ്രഥമ കേരള പുരസ്കാരം. ഇതുകൂടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കേരള ജ്യോതി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ്? എം ടി വാസുദേവൻ നായർക്കാണ് കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ്? എം ടി വാസുദേവൻ നായർക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. കിൽക്കം എന്നുള്ള സിനിമയില് ജ്യോതി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലേ രേവതി? അപ്പൊ തിരിച്ചു വരുമ്പോ ജ്യോതിയും കണ്ടില്ല, ഒന്നും കണ്ടില്ല എന്ന് പറയില്ലേ? അപ്പൊ എം ടി ആയിരുന്നു ജ്യോതി എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം കേട്ടോ. കേരള ജ്യോതി എം ടി വാസുദേവൻ നായർക്കാണ് കേരള ജ്യോതി. മറക്കരുത്, കേരള ജ്യോതി ആർക്കാണ്? എം ടി വാസുദേവൻ നായർക്കാണ് കേരള ജ്യോതി എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് കേരള പ്രഭയാണ്. അപ്പൊ ഈ മൂന്നാമത്തെ നിങ്ങൾ പോയിന്റ് കണ്ടില്ലേ, മുഹമ്മദ് കുട്ടി, മമ്മൂട്ടി എന്നുള്ളത് കേരള പ്രഭ മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ കേരള പ്രഭ ഒരാൾക്ക് ലഭിച്ചത് മമ്മൂട്ടിക്കാണ് കേരള പ്രഭ ഒരാള്. പിന്നെ ബാക്കിയുള്ള 2 പേരുകൾ കൂടി ഓർത്തിരിക്കുക. ഓംചേരി എൻ എൻ പിള്ള, അതുപോലെ ടി മാധവ മേനോൻ. അപ്പൊ 3 പേർക്കാണ് കേരള പ്രഭ ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? ഓംചേരി എൻ എൻ പിള്ള, ടി മാധവ മേനോൻ, അതുപോലെ മമ്മൂട്ടി. ആർക്കൊക്കെയാണ്? ഓംചേരി എൻ എൻ പിള്ള, ടി മാധവ മേനോൻ, മമ്മൂട്ടി എന്നിവർക്കാണ് കേരള പ്രഭ ലഭിച്ചിട്ടുള്ളത്. കേരള ജ്യോതി ഇമ്പോർട്ടന്റ് ആണ്. എം ടി വാസുദേവൻ നായർക്കാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കേരളശ്രീ കൂടി നമുക്കൊന്ന് നോക്കാം. ആർക്കൊക്കെയാണ്? ഡോക്ടർ സത്യഭാമ ദാസ് ബിജു. പേരുകൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക കേട്ടോ. കേരളശ്രീ ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ സത്യഭാമ ദാസ് ബിജു. അടുത്തത് ഗോപിനാഥ് മുതുകാട്. അടുത്തത് കാനായി കുഞ്ഞിരാമൻ, കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി, എം പി പരമേശ്വരൻ, വിജയലക്ഷ്മി മുരളീധരൻ. ഈ ഒരു ഇത്രയും ലാസ്റ്റ് നമ്മൾ പറഞ്ഞ 2-3 സ്ലൈഡ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് മനസ്സിരുത്തി ഒന്നുകൂടെ ഒന്ന് വായിക്കുക കേട്ടോ. അപ്പൊ കേരളശ്രീ ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ സത്യഭാമ ദാസ് ബിജു, ഗോപിനാഥ് മുതുകാട്, കാനായി കുഞ്ഞിരാമൻ, കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി, എം പി പരമേശ്വരൻ, വിജയലക്ഷ്മി മുരളീധരൻ പിള്ള എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, വൈക്കം വിജയലക്ഷ്മി. ഓക്കെ, കേരള ജ്യോതി മറക്കരുത്, എം ടി വാസുദേവൻ നായർ. കേരള പ്രഭ അതും മറക്കരുത്, ഓംചേരി എൻ എൻ പിള്ള, ടി മാധവ മേനോൻ, മമ്മൂട്ടി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്